സ്വാഭാവികമായും ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലവിലെ കാലാവധി 2 വർഷമാണ്. ആ 2 വർഷം പൂർത്തിയായി നമ്മൾ പടിയിറങ്ങി പോകുന്നു. വളരെ സാറ്റിസ്ഫൈഡ് ആയി പടിയിറങ്ങി പോകുന്നു. അതിനപ്പുറം അങ്ങനൊരു പ്രചരണം പത്രങ്ങളിൽ വന്നതായിരുന്നു. അല്ലാതെ ഏതെങ്കിലും ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങളാണ് അതൊക്കെ പ്രചരിപ്പിച്ചത്. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശവും ഒരു കാര്യവും ഞാൻ പറയില്ല. കാരണം അത് കോടതി അലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യവും നിങ്ങൾ ചോദിക്കരുത്. ഞാൻ ഒരു മറുപടിയും പറയില്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ്, ഈ ബോർഡ് ആവശ്യപ്പെട്ട പ്രകാരമാണ് സമഗ്രമായ, ഈ ബോർഡും അതുപോലെ തന്നെ സർക്കാരും ആവശ്യപ്പെട്ട പ്രകാരമാണ് സമഗ്രമായ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണം ശരിയായ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ട്. ആ അന്വേഷണം അങ്ങനെ നടക്കട്ടെ. ആ അന്വേഷണം നടക്കുന്ന വേളയിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശവും നടത്താൻ പാടില്ല എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശവും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ബാക്കി മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞങ്ങൾ പടിയിറങ്ങുന്നത്, ഈ ബോർഡ് പടിയിറങ്ങുന്നത്. മണ്ഡല മകരവിളക്ക് മഹോത്സവം പടിവാതിക്കൽ എത്തി നിൽക്കെ ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സംതൃപ്തമായി മലയിറങ്ങുവാൻ വേണ്ടിയിട്ടുള്ള സകല സൗകര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ 5 ദിവസം ശബരിമലയിലായിരുന്നു. ഇന്നലെ പത്തനംതിട്ടയിൽ പത്രസമ്മേളനം നടത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇന്ന് അവസാനത്തെ ബോർഡ് മീറ്റിംഗ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വിപുലമായ സൗകര്യങ്ങളാണ് ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്. നിലയ്ക്കലിൽ പാർക്കിംഗ് കഴിഞ്ഞ പ്രാവശ്യം 8,000 വാഹനങ്ങൾക്കായിരുന്നു പാർക്കിംഗിൽ. ഇപ്പോൾ അത് 10,000 അടുത്ത് വാഹനങ്ങൾക്ക് ഉള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ സംസ്ഥാന ഫണ്ടിൽ നിന്ന് തുക ചെലവഴിച്ച് 2021 തുടങ്ങിയ ഒരു ബിൽഡിംഗ്, 5 ബിൽഡിങ്ങുകൾ, ആ 5 ബിൽഡിങ്ങുകൾ ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആ 5 ബിൽഡിങ്ങുകൾ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്കാണ്. ഏതാണ്ട് 500ഓളം ഉദ്യോഗസ്ഥന്മാർക്ക് അക്കോമഡേഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അത് സംസ്ഥാന ഫണ്ടിൽ നിന്നാണ്. ഇനി കിഫ്ബി ഫണ്ടിൽ നിന്നും ചെലവഴിച്ച് 7 ബിൽഡിംഗ് ആണ് അവിടെ ഭക്തർക്ക് വിരിവയ്ക്കുവാൻ വേണ്ടി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത്. അതിൽ 5 പൂർത്തിയായി കഴിഞ്ഞു. അത് ഭക്തർക്ക് വിരിവയ്ക്കുവാനുള്ള സംവിധാനമാണ്. പിന്നെ അവിടെ പാർക്കിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ 2023 ഈ ബോർഡ് അധികാരത്തിൽ വരുമ്പോൾ പമ്പയിൽ ചെറിയ വാഹനങ്ങൾക്കോ വലിയ വാഹനങ്ങൾക്കോ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ വർഷത്തെ സീസൺ മുമ്പായി തന്നെ ബഹുമാനപ്പെട്ട കോടതിയോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചതിന്റെ ഭാഗമായി ചക്കുപാലം 2ഉം ഹിൽ ടോപ്പും ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. ഏതാണ്ട് 2000ഓളം വാഹനങ്ങൾക്ക്, ചെറിയ വാഹനങ്ങൾക്ക് പാർക്കിങ്ങുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ചക്കുപാലം ഒന്നുകൂടി ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയോട് പറഞ്ഞു. കോടതി അതിന്റെ എല്ലാവിധമായ കാര്യങ്ങളിലേക്കും വന്നു. പക്ഷേ വനം വകുപ്പിന്റെ ഒരു ചെറിയ ഇടപെടൽ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധ്യമാകാത്തത്. ഇല്ലെങ്കിൽ അവിടുന്ന് മണ്ണ് മാറ്റി ഒരു 800 വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. വനം വകുപ്പിന്റെ ഒരു ചെറിയ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട, അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് സാധ്യമാകുന്നത്. ഞങ്ങൾ 23 വരുമ്പോൾ പമ്പയിലെ അവസ്ഥ നിങ്ങൾക്കറിയാം. എത്ര പേര് വന്നാലും നിൽക്കാൻ പറ്റാത്ത വെയിൽ കൊള്ളുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ 10 നടപ്പന്തലുകൾ പൂർത്തിയായി കഴിഞ്ഞു. ഏതാണ്ട് 4000 പേർക്ക് വരി നിൽക്കുവാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. 2 ജർമ്മൻ പന്തലുകൾ അവിടെ കഴിഞ്ഞ വർഷം തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഏതാണ്ടൊരു 2 ജർമ്മൻ പന്തലുമായി 4,500-5,000 പേർക്ക് വിരിവയ്ക്കുവാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ പമ്പയിൽ ഒരു 12,000 പേര് വന്നാലും വെയിലേൽക്കാതെയും മഴ നനയാതെ നിൽക്കാനുള്ള സംവിധാനമുണ്ട്. പമ്പാ സ്നാനം കഴിഞ്ഞ സ്ത്രീകൾക്ക് വരുമ്പോൾ മാളിപ്പുറങ്ങൾക്ക് ഡ്രസ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു പമ്പയിൽ നിന്ന് മുകളിലോട്ട് പ്രവേശനം ലഭ്യമാകാത്ത സ്ത്രീകളുണ്ടായിരുന്നു. ഈ ചോറൂണിന് വരുന്ന അമ്മമാരുണ്ട്, മറ്റ് നിഷേധിക്കപ്പെടുന്ന സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് പോലീസിന്റെ വരാന്തയിലൊക്കെ ഇരിക്കുന്നതായിരുന്നു ഇത്. അതിന് പകരമായി ഞങ്ങൾ 250 പേർക്ക് ശീതീകരിച്ച സൗകര്യം, വിമൻസ് ഫെസിലിറ്റേഷൻ സെന്റർ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ മണ്ഡല മകരവിളക്ക് മഹോത്സവം കഴിഞ്ഞപ്പോൾ തന്നെ ഒരുക്കിയതാണ്. പിന്നെ മുകളിലോട്ട് വരുമ്പോൾ അങ്ങനെ എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങൾ, നിറയ്ക്കുവാനുള്ള സംവിധാനങ്ങൾ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മുകളിലോട്ട് വരുമ്പോൾ ചന്ദ്രാനന്ദൻ റോഡിലും ഒക്കെയായി കൂടുതൽ ബയോ യൂറിനുകൾ, ബയോ ടോയ്ലറ്റുകൾ, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ യൂണിറ്റുകൾ ഞങ്ങൾക്ക് സ്ഥാപിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നടപ്പന്തലിൽ നിന്ന് മുകളിലോട്ട് അവിടെ ആ എക്സ്റ്റൻഡഡ് ക്യൂ സ്റ്റാൻഡ് ഉണ്ട്. ചനങ്കുത്തിലേക്ക് ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഒരു സംവിധാനമുണ്ട്.
അവിടെ ബാരിക്കേഡിൽ ഇങ്ങനെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഭക്തർ യഥേഷ്ടം ഇങ്ങനെ തിങ്ങി ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവർക്ക് ഇരിക്കുവാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 400 മീറ്ററോളം അരമതിൽ കെട്ടി അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇരിക്കുവാനുള്ള ഒരു സംവിധാനവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എന്തൊക്കെയാണോ ഒന്ന് വിരിവയ്ക്കുവാനും സുരക്ഷിതമായി താമസിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബഫർ സ്റ്റോക്ക് അരവണ 40 ലക്ഷമായിരുന്നെങ്കിൽ അതിൽ കൂടുതൽ സംവിധാനത്തിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. യഥേഷ്ടം അന്നദാനം കൊടുക്കാനായാലും ചുക്കുവെള്ളം കൊടുക്കാനായാലും കൂടുതൽ സൗകര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് ഇത്തവണ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാൻ പറയില്ല. പിന്നെ കാലാവധി നീട്ടും എന്നൊക്കെ പറഞ്ഞത് നിങ്ങളാണ് പറഞ്ഞത്. കാരണം കഴിഞ്ഞ ബോർഡിന്റെയും കാലാവധി നീട്ടിയില്ലല്ലോ, അതിന് മുമ്പുള്ള ബോർഡിന്റെയും കാലാവധി നീട്ടിയില്ലല്ലോ, അതിന് മുമ്പുള്ള ബോർഡിന്റെയും കാലാവധി നീട്ടിയില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും നീട്ടുമെന്ന് പറഞ്ഞത് നിങ്ങൾ എന്നിലർപ്പിച്ചൊരു വിശ്വാസമായിട്ടാണ് ഞാൻ കാണുന്നത്. അതല്ലാതെ സർക്കാർ തലത്തിലോ മറ്റു തലങ്ങളിലോ ഒന്നും ഒരു കാലാവധി നീട്ടുന്നതിനെ സംബന്ധിച്ചും ഒരു ചർച്ചയും നടന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹം സത്യത്തിൽ എനിക്ക് ശേഷം വരുന്നത് എനിക്ക് അഭിമാനമാണ്. അദ്ദേഹത്തെ പോലെ പരിണതപ്രജ്ഞനായ അനുഭവ പാരമ്പര്യമുള്ള പാണ്ഡിത്യമുള്ള ഒരാൾ ഈ പദവിയിലേക്ക് വരുന്നത് ദേവസ്വം ബോർഡിന് കൂടുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ടായാലും ദേവസ്വം ബോർഡിന്റെ മറ്റു ക്ഷേത്രങ്ങൾ സംബന്ധിച്ചായാലും കൂടുതൽ ഊർജ്ജമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ശബരിമലയിലെ വികസനം സർക്കാർ അതിന് വലിയ മുന്നൊരുക്കം നടത്തി മുന്നോട്ട് പോവുകയാണ്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചപ്പോൾ അതിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ പ്രയോക്താക്കളിൽ ഒരാളാണ് ശ്രീ ജയകുമാർ സാർ. അപ്പൊ സ്വാഭാവികമായും ജയകുമാർ സാറിനെ പോലുള്ള ഒരാള് ശബരിമലയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അത് വലിയൊരു കാഴ്ചപ്പാടാണ് സർക്കാർ അതിലൂടെ കൊണ്ടുവരുന്നത്. അത് കൂടുതൽ ഊർജ്ജമായി മാറും. മാസ്റ്റർ പ്ലാനിന് കൂടുതൽ ഊർജ്ജം പകരുവാനും മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കുവാനും കൂടുതൽ വികസനം നടത്തുവാനും അത് സഹായമാകും എന്ന കാര്യത്തിൽ അത് തർക്കമില്ല. എനിക്ക് വലിയ അഭിമാനമാണ് തോന്നുന്നത് സാറിനെ പോലുള്ള ഒരാള് അവിടെ വരുന്നത്. എന്തിനു വിഷമം? വിഷമം എന്തിനാണ്? 2 വർഷം കാലാവധി പൂർത്തിയായി ഇറങ്ങുന്നത്. അതിലെന്താ വിഷമം? വലിയ കുഴപ്പമില്ലാതെ ദേവസ്വം ബോർഡ് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് എന്തായാലും വിശ്വസിക്കുന്നുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആ സമയത്ത് ഈ പോകാൻ സമയത്ത് നിലവിലെ സ്വർണ്ണക്കൊള്ളയിലെ ഒരു പ്രതിസ്ഥാനത്തേക്ക് അറിഞ്ഞോ അറിയാതെയോ വന്നു എന്നത് അർത്ഥത്തിൽ ഒരു സ്വാഭാവികമായ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? പ്രതിസ്ഥാനത്തെ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. ഞാന് ആത്മാർത്ഥമായും സത്യസന്ധമായും സുതാര്യമായിട്ടുമാണ് എന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയത്. അതുകൊണ്ട് എന്റെ മനസ്സാക്ഷിക്ക് മുന്നിൽ ഞാൻ പ്രതിസ്ഥാനത്തല്ല. പ്രതിസ്ഥാനത്താണെന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് നിങ്ങളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. സത്യസന്ധമായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. ശരിയായ ദിശയിലാണ് അന്വേഷണം പോകുന്നത്. അപ്പൊ അതിനിടയിൽ അതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായത്തിന് ഞാനില്ല. നമുക്ക് കാണാം, വരട്ടെ. ഇവിടെ ഉണ്ടല്ലോ നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു, ഞങ്ങളുടെ പ്രത്യേകിച്ച് എന്റെ അല്ലെങ്കിൽ ഈ ബോർഡിന്റെ 2 വർഷത്തെ പ്രവർത്തനം സത്യസന്ധമായും സുതാര്യമായും ഭക്തി നിർഭരമായുമായിരുന്നു. ആ കാര്യത്തിൽ ഞാൻ എന്റെ മനസാക്ഷിയോടാണ് ഞാൻ മറുപടി പറയേണ്ടത്. അതുകൊണ്ട് എന്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ പൂർണ്ണമായും തൃപ്തനായിട്ടാണ് ഈ ബോർഡിന്റെ പടിയിറങ്ങി പോകുന്നത്. ഞാൻ പറയുന്നത് നിങ്ങള് ഈ വിജിലൻസിൽ പരാതി ഒന്നും വേണ്ട. നിങ്ങൾ റൈറ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നേ. ഞാൻ വെല്ലുവിളിച്ചല്ലോ. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചല്ലോ. എന്റെ ആസ്തി 3 ലക്ഷത്തിൽ താഴെയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ആസ്തി വെളിപ്പെടുത്തൂ. അപ്പോ മനസ്സിലാവും ആരാണ് കോടീശ്വരൻ,
എന്ന് മനസ്സിലാവും. ഞാനങ്ങനെ വെല്ലുവിളിച്ചല്ലോ. ഇതുവരെ പ്രതിപക്ഷം മറുപടി പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. ഞാൻ വെല്ലുവിളിച്ച് പറയാണ്, നിങ്ങൾ ഏത് അന്വേഷണവും നടത്തിക്കോളൂ, CBI വന്നോളൂ, ഏത് അന്വേഷണം നടത്തിക്കോളൂ. എന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി മലയാളത്തിൽ 1 സെന്റ് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്റെ ഭാര്യയ്ക്ക് സ്വത്തുണ്ടെങ്കിൽ അത് പാരമ്പര്യമായി കിട്ടിയതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വന്നതിന് ശേഷം വാങ്ങിയതൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റൈറ്റ് ടു ഇൻഫർമേഷനിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് അതിലൊന്നും എനിക്ക് യാതൊരുവിധ എന്നെ അങ്ങനെ ഒരു ആരോപണമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണ്ട. ഞാൻ നിൽക്കുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയിലാണ്. പിന്നെ CPM എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടി പോലെ അല്ല. ഒരു പദവിയിലെത്തിയാൽ ആ പദവിയിലെത്തിയാൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ കൃത്യമായ ചട്ടങ്ങളും നിയമങ്ങളും ഉള്ള ഒരു പാർട്ടിയാണ്. ഒരു കുത്തഴിഞ്ഞ പാർട്ടിയല്ല. അപ്പൊ ഞാൻ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. അപ്പൊ ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ ആ പാർട്ടിയിൽ അംഗമായിരിക്കുമ്പോൾ എന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് സുതാര്യമായ കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്താൻ, പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പാർട്ടി സാറ്റിസ്ഫൈഡുമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായും സുതാര്യമായും ആത്മാർത്ഥമായും ഭക്തി നിർഭരമായും മാത്രമേ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയിട്ടുള്ളൂ. അതിന് എന്റെ മനസാക്ഷിയോടാണ് ഞാൻ മറുപടി പറയേണ്ടത്. ആ മനസാക്ഷിക്ക് മുന്നിൽ 100% സംതൃപ്തനായിട്ടാണ് ഞാൻ പടിയിറങ്ങുന്നത്.